നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് അവകാശപ്പെട്ട സ്വത്തിന് വില പേശണമെങ്കിലേ ഞാൻ പേശിയിരിക്കും. അത് പിടിച്ചു വാങ്ങിയിരിക്കും ഞാൻ. അത്യാഗ്രഹ ആപത്ത്. എന്താ? എനിക്ക് പഠിക്കാനുള്ള പാഠം അമ്മേ. എന്നാലേ നീയൊക്കെ പഠിക്കേണ്ട പുതിയ പാഠം കേട്ടോ. ഇപ്പൊ പതുങ്ങി നടക്കുന്ന നീയൊക്കെ കയ്യും കാലും വെച്ചു പൊങ്ങി കെട്ടുപ്രായത്തിനെത്താനേ കണ്ണു ചിമ്മുന്ന സമയം മതി. കെട്ടിച്ചു വിടണമെങ്കിലേ ദമ്പടി വേണം, മനസ്സിലായോ? ഉണ്ടാ തൊട്ട്? ഓ, ഇങ്ങനൊരു ജന്മം. നീ മറ്റേ നോട്ട്സ് എഴുതിയില്ലല്ലേ? മച്ചു സുഖം തന്നെയല്ലേ? അളിയ, നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? പിന്നെ ഒരു സോഷ്യൽ വർക്കിനൊക്കെ പോണ്ടേ? എന്നാലല്ലേ ഒരു വൈബുള്ളൂ. മുന്നിൽ നിൽക്കുന്ന പെണ്ണിനോട് സ്വന്തം ഇഷ്ടം പറയാൻ ചങ്കുറപ്പില്ലാത്തവന് ഇവനൊക്കെ എന്ത് വൈബ്? അതൊക്കെ എന്നെ കണ്ടുപിടിക്കണം അല്ലേ മോളെ? വർഷം വരുന്നു. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്റെ വന്ദന ചേച്ചിയുടെ കല്യാണം ഉറച്ചു. പൊളിച്ച്. ശ്യാമേ, ചൊവ്വ ദോഷത്തിലും നക്ഷത്ര ദോഷത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ഒരു പയ്യൻ വരുമെന്ന് നീ പറഞ്ഞില്ലേ? അത് സത്യമായടാ. ആരാ പയ്യൻ? ചേച്ചി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാ, രാജീവ് മേനോൻ. ഓ, അപ്പൊ ലൈനായിരുന്നല്ലേ? പൂച്ചയെ പോലെ പതുങ്ങി നടന്നിട്ട് നിന്റെ ചേച്ചി കല ഉടച്ചിലോടി മോളെ. ഏയ്, അങ്ങനൊന്നും ആയിരുന്നില്ല. ചേച്ചിയുടെ രാജീവ് സാറിന്റെ മനസ്സിൽ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. സാറിന്റെ അമ്മയാ കാരണക്കാരി. ആരായാലും ലൈൻ വലിച്ച് വലിച്ച് അവസാനം ഫ്യൂസ് അടിച്ച് പോവാതിരുന്നാ മതി. ഇത് അടിച്ചു പോകുന്ന ഫ്യൂസ് അല്ലടാ. തൽക്കാലം എല്ലാവർക്കും വർഷയുടെ വക ചോക്ലേറ്റ്. പിടിച്ചോ, പിടിച്ചോ, കൊണ്ടുവയ്ക്കോ. ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചെങ്കിലേ അടുത്ത ഊഴം വർഷയ്ക്കാ. ഒന്ന് മറിക്കോളെ. അതെ, നീ ഇഷ്ടപ്പെടുന്ന പെണ്ണ് വർഷയാണ് നമ്മളോട് തുറന്നു പറയേണ്ട സമയമായി നർത്തം. ചേച്ചിയുടെ ഭർത്താവ് കോടീശ്വരനാകുന്നതിലൂടെ വർഷയുടെ സ്റ്റാറ്റസും മാറും. അതെ, പ്രേമം തുറന്നു പറഞ്ഞ് ലോക്കാക്കിയില്ലെങ്കിൽ വർഷയെ വേറെ ആമ്പിളര് കൊത്തിക്കൊണ്ടുപോകും. ശ്യാമേ, നീ പ്രേമിക്കുന്ന പെണ്ണ് ആരെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പറയണം. അവൾ ആരാണെന്ന് ഇന്ന് പറയണം. എടാ, നല്ല ചാൻസാ, പറ. അതിപ്പോ വർഷയുടെ ചേച്ചിയുടെ കല്യാണ തിരക്കല്ലേ? തിരക്ക് കഴിഞ്ഞിട്ട് പറയാം. പറയണം, അല്ലെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം. മടി. ഗഡ്സില്ലാത്തവൻ ഇവന്റെ കൂടെ നടക്കുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ഉള്ള മൂടും കളഞ്ഞു. വാ മോളെ, വാ. നമുക്ക് അങ്ങോട്ട് വെച്ചില്ല, എവിടെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.